ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാട്ടോ. ഇവിടെ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ ദൂരെ ഷോപ്പിംഗ് മാളുകളോ ബാറുകളോ തിയേറ്ററുകളോ ഇതൊന്നുമില്ലാത്ത ഒരു ചെറിയ ഐലൻഡിലേക്കാട്ടോ ഇന്നത്തെ എൻ്റെ യാത്ര. അതെ, ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിലേക്ക്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്ര എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു യാത്രയും കൂടിയാണ്. കാരണം ഞാൻ ഒരുപാട് കാലം പോകാൻ ആഗ്രഹിച്ച് നടക്കാത്തൊരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം കൂടിയാണ് ഇന്നത്തെ എൻ്റെ ഈ യാത്ര. പോകാൻ ഒരുപാട് ആഗ്രഹിച്ച സ്ഥലം ആയതുകൊണ്ടാണോ എനിക്കറിയില്ല, ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ ഈ നോമ്പ് സീസൺ ആണെന്ന് പോലും നോക്കാതെ ഞാൻ ഓക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി അവിടെ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ടാവുമോ, ഫുഡിൻ്റെ കാര്യത്തിൽ എന്താവും, അങ്ങനെ പല പല ചിന്തകളൊക്കെ പിന്നീടാണ് വന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ പുറത്തായിരുന്നു അവിടെ പോവുക, അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. പിന്നൊന്നും നോക്കിയില്ല, ലഗേജ് എല്ലാം റെഡിയാക്കി നേരെ കൊച്ചിയിലേക്ക്. യാത്രകളെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹമായിരിക്കും ലക്ഷദ്വീപ് ഒന്ന് പോവുക, അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഇങ്ങനെ ഈ ഒരു നോമ്പ് സമയമായതുകൊണ്ടും അതൊന്നും നോക്കാതെ ഞാനും ഈ യാത്രയ്ക്ക് പുറപ്പെട്ടത്. 36ഓളം ഐലൻഡുകൾ ചേർന്നതാണ് ലക്ഷദ്വീപ്. അതിൽ വെറും 11 ഐലൻഡുകൾ മാത്രമേ ഉള്ളൂ ജനവാസം. ഈ ഐലൻഡുകളിലൊന്നും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളോ തിയേറ്ററുകളോ ബാറുകളോ മലകളോ പർവ്വതങ്ങളോ കായലോ ഇതൊന്നുമില്ല. എന്നാലും നമ്മളെല്ലാവരും ലക്ഷദ്വീപ് പോവുക, അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഏതൊരു സാധാരണക്കാരും ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള യാത്രയും കൂടിയായിരുന്നു. ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയത്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ മസ്റ്റായിട്ട് എന്തെങ്കിലും സ്നാക്സ് കയ്യിൽ വെക്കുക. കാരണം എയർപോർട്ടിലൊക്കെ ഭക്ഷണത്തിൻ്റെ ഒക്കെ റേറ്റ് നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് താങ്ങുന്നതിലപ്പുറമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഈ ഒരു ബെന്ന് മാത്രമാണ്. ഞങ്ങളിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എൻ്റെ ഓരോ യാത്രകളും എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഓരോ അനുഭവങ്ങളാണ് തരല്. അതുകൊണ്ട് തന്നെ നല്ല നല്ല അനുഭവങ്ങൾ തന്നെ ആയിരിക്കട്ടെ നമുക്ക് ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ യാത്ര. ഇതുപോലെ തന്നെ എല്ലാവർക്കും കഴിയട്ടെ. ചെറിയ ചെറിയ ബഡ്ജറ്റിലാണെങ്കിലും വലിയ ബഡ്ജറ്റിലാണെച്ചാലും പോവാം, ഓരോ സ്ഥലങ്ങൾ കാണാനും അവിടെ മാക്സിമം എൻജോയ് ചെയ്യാനും കഴിയട്ടെ ഓരോരുത്തർക്കും. നമുക്കൊക്കെ ഓരോ ലൈഫല്ലേ ഉള്ളൂ, അത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാം, മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിക്ക്. ഫൈനലി ഇതാ നമ്മളിവിടെ 1 hour യാത്ര കഴിഞ്ഞിതാ അഗത്തി എയർപോർട്ടിലെത്തി. ഫ്ലൈറ്റിൻ്റെ വിൻഡോ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറായിട്ടോ നമുക്കൊന്ന് കാണാൻ കഴിയുന്നത്. വാട്ടറൊക്കെ അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് കാണുന്നത്. എയർപോർട്ടിൻ്റെ ചുറ്റുഭാഗം തന്നെ ഇത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളോട്ടുള്ള ഭാഗങ്ങൾ എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതിലേറെ നല്ല നല്ല കാഴ്ചകളാവട്ടെ നമുക്ക് അഗത്തി സമ്മാനിക്കണമെന്ന് കരുതിയിട്ട് ഈ യാത്ര നമുക്ക് തുടങ്ങാം. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ? ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറിയ എയർപോർട്ടുകളിലൊന്നാണ് അഗത്തി എയർപോർട്ട്. ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവ് മാത്രമേ ഉള്ളൂ ഇതിനാകെ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഏറ്റവും ചെറിയ ഫ്ലൈറ്റുകൾ മാത്രമേ ഇവിടെ സർവീസ് നടത്തുന്നുള്ളൂ. അങ്ങനെ ലക്ഷദ്വീപിനെ കുറിച്ച് അറിഞ്ഞതും കേട്ടതും കണ്ടതുമായുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് തന്നെ ഞാനും അഗത്തിയിൽ ലാൻഡ് ചെയ്തു. ഇൻഡിക്കോയുടെ ഇവനായിരുന്നു നമ്മളിവിടെ വരെ എത്തിച്ച സാരഥി കേട്ടോ. ഇനി നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ പോവുക, നമ്മുടെ PCC പെർമിറ്റ് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് നേരെ പുറത്ത് പോവാം. പുറത്ത് പോകുമ്പോൾ നമ്മളെ സ്പോൺസർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ചെക്കിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ സ്പോൺസർക്ക് വരാൻ പറ്റില്ല, പകരം സ്പോൺസർ ഒരു ഗൈഡിനെ നമുക്ക് പറഞ്ഞു വെച്ചിരുന്നു. ഇനിയുള്ള 4 ദിവസം അവൻ്റെ കൂടെ ഹാഷിം എന്നാണ് അവൻ്റെ പേര്. പക്ഷേ അവനെ നമ്മളെ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, കാരണം വന്ന ധൃതിയിൽ നമ്മൾ വേഗം വണ്ടിയിൽ കയറി നമ്മളെയും കൊണ്ട് അവരപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇനിയുള്ള വീഡിയോകളിൽ എവിടെയെങ്കിലുമായിട്ട് അവനെ ഞാൻ അതിൽ ഉൾപ്പെടുത്തും. ഞങ്ങൾക്ക് ഹോം സ്റ്റേ ആയിരുന്നു ഇവർ പ്രൊവൈഡ് ചെയ്തത്. അങ്ങോട്ട് പോണ വഴി തന്നെ എയർപോർട്ടിൻ്റെ 2 സൈഡിലുള്ള കാഴ്ചകളാണിത്. ഇത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഞങ്ങളെ വീടിൻ്റെ അടുത്തെത്തി. ഇതാണ് ഞങ്ങൾ 4 ദിവസം ഇനി താമസിക്കുന്ന വീട്. കാണുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു ചെറിയൊരു വീട്. ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. ഹോം സ്റ്റേയും ഹോംലി ഫുഡും ഇവർ ആദ്യം തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട്. ഇതുപോലത്തെ വീടുകളാണ് നമ്മൾ വരുന്ന വഴിയിൽ അധികം കാണാൻ കഴിയുന്നത്. നമ്മളെ നാട്ടിലെ പോലത്തെ വലിയ വലിയ ബിൽഡിങ്ങുകളോ കൊട്ടാരം പോലത്തെ വീടുകളൊന്നും ഇവിടെ ഇല്ല. അല്ലെങ്കിൽ നമുക്കറിയാലോ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാരായിട്ടുള്ള കുറച്ച് നല്ല ആൾക്കാർ താമസിക്കുന്ന ഒരു ഐലൻഡാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അധികം ക്രൈമുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതും. ചെറിയൊരു ഫാമിലിക്ക് നല്ല സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റിയൊരു വീട്. ഇനി 4 ദിവസം നമ്മളിവിടെ സ്റ്റേ. അപ്പോൾ അതവിടെ ഫുഡ് എത്തി. അപ്പോൾ ഫുഡ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫുഡ് എത്തി, കാരണം നോമ്പ് സീസൺ അല്ലേ, അതുകൊണ്ട് തന്നെ ഫുഡ് കിട്ടുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറി കിട്ടി. ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ചെറുതായിട്ട് നടക്കാനിറങ്ങി. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ലഗൂൺ ബീച്ചിലേക്കാണ്.
ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ മുന്നുള്ള വ്യൂ ആട്ടോ അത്. ഇതെന്താ പറയുക, നമ്മൾ ചിത്രം വരച്ച് വെച്ചതുപോലെ തോന്നും നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ. അടുത്തേക്ക് എത്തുമ്പോഴാണ് ഇത് യാഥാർത്ഥ്യമാണെന്നുള്ള മനസ്സിലാക്കുക. അത്രയ്ക്കിനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ. ഇന്നത്തെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ആക്ടിവിറ്റി ഗ്ലാസ് ബോട്ടിൽ ഒരു ഐലൻഡിലേക്കുള്ള യാത്രയാണ്. അത് ഏകദേശം 4:30 മണിയൊക്കെ ആവുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ മുന്നേ ഞങ്ങൾ ജസ്റ്റ് അതിലേക്ക് ഒന്ന് ഇറങ്ങാം, ഒന്ന് സ്ഥലങ്ങളൊക്കെ മാക്സിമം കവർ ചെയ്യണമല്ലോ. അപ്പോൾ ഏകദേശം ഒരു 4:30-5 മണിയായപ്പോൾ തന്നെ നമ്മളെ ഗൈഡ് വിളിച്ച് പറഞ്ഞു ഗ്ലാസ് ബോട്ട് യാത്രയ്ക്കുള്ള ടൈം ആയിട്ടുണ്ട്, നേരെ ബീച്ചിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ബീച്ചിലേക്ക് പോകുമ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടുകൾ. അപ്പോൾ ഇവിടെ ഹോം സ്റ്റേ മാത്രമല്ല, ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഭംഗി എന്താ അല്ലേ. ഇതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഈ ബീച്ച് സൈഡിലുള്ള മണലിൻ്റെ പ്രത്യേകത. വെളുത്ത പഞ്ചസാര തരികൾ പോലുള്ള മണൽ, അതും ലക്ഷദ്വീപിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. ഇത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ മണലുള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ബീച്ചുകൾക്കൊക്കെ പ്രത്യേക ഒരു ഭംഗിയാണ്. നമ്മുടെ നാട്ടിലെ ബീച്ചിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലം ആകെ ചളിയിട്ടാവും നമ്മൾ കയറുന്നത്. പക്ഷെ ഇവിടെ ആ ഒരു പേടിയല്ല. ഇവിടെ നിന്നാണ് നമ്മളെ ഗ്ലാസ് ബോട്ട് യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് കൽപ്പെട്ടി ഐലൻഡ്. ആ ഒരു ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്തൊക്കെ പ്രത്യേകത പറഞ്ഞൊരു ഐലൻഡാണ്. പോണ വഴിക്കിൽ ഗൈഡ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ബീച്ച് സൈഡിനെ കുറിച്ച് പറയണ്ടല്ലോ. ഫസ്റ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ഒരാൾക്ക് ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാവും. അപ്പം എല്ലാവർക്കും ഇതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ ബോട്ട് വരാൻ കുറച്ചും കൂടി സമയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുന്നേ വെറുതെ ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഏകദേശം നമ്മളെ ബോട്ടോടെത്തി. അപ്പോൾ ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ വഴിയെ ഞാനും കയറി വേട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ബോട്ടിൽ നിന്ന് അങ്ങനെ പറയാം. റെഡി അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ് ബോട്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇനി കൽപ്പെട്ടി ഐലൻഡിലേക്ക് പോകണത്. അപ്പോൾ അതിൻ്റെ മുന്നേ കടലിൽ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് കടലിൻ്റെ അടിയത്തെ പവിഴപ്പുറ്റുകളും അവിടുത്തെ മത്സ്യങ്ങളെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്കത് ഫസ്റ്റ് ടൈം അല്ലേ, ആരാകാംക്ഷയോടെ ഇരിക്കണം എല്ലാവരും. നോമ്പ് സമയത്തായതുകൊണ്ട് തന്നെ എല്ലാ ആക്ടിവിറ്റീസുകളും പ്രോപ്പറായിട്ട് ഉണ്ടാവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേ അതെല്ലാം മാറി. കാരണം എല്ലാ ആക്ടിവിറ്റീസുകളും ഉണ്ട്. ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് കേട്ടോ നമ്മളെ ഈ യാത്രയിൽ. കടൽക്കാറ്റും കൊണ്ട് ഗ്ലാസ് ബോട്ടിലുള്ള ഈ യാത്ര ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്യാവശ്യം നല്ല സ്പീഡ് പോകുന്ന ബോട്ട് ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോഴത്തേന് വളരെ സ്ലോ ആക്കൽ തുടങ്ങി. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ഒരു ഏരിയയിലാണ് പവിഴപ്പുറ്റുകളൊക്കെ അധികം ഉള്ളത്. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് മീനുകളും ആമകളും കടലാമകളെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ഗൈസ്, ഫസ്റ്റ് തന്നെ നമുക്കൊരു കടലാമേനെ കാണാൻ കഴിഞ്ഞു. ഇതാ പോണോ. പക്ഷെ ഇത് ഈ ഗ്ലാസ് കൂടെ നോക്കുമ്പോൾ ഇതിലേറെ വലിപ്പമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ഈ യാത്രയിലെ ഈ ഒരു കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കൊരു ഫീലിങ്സ് ആണ് തരുന്നത്. ഈ ഗ്ലാസ്സിലൂടെ നമ്മളെ കടലിൻ്റെ അടിയിലെ ഈ പവിഴപ്പുറ്റുകളും അത് കൂടെ ഇങ്ങനെ ഓടുന്ന മീനുകളെ കാണുമ്പോൾ എന്താ പറയുക, അതൊരു വേറെ ലോക തോന്നുന്നു നമുക്ക്.
അങ്ങനെ ഗ്ലാസ് ബോട്ടിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കണ്ട് ഏകദേശം ദാ കൽപ്പട്ടി ഐലൻഡിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഐലൻഡിനോട് പ്രത്യേകതയും കൂടിയുണ്ട്. ലക്ഷദ്വീപിൻ്റെ റാണി ബ്രിട്ടീഷുകാരെ ഭയന്ന് ഒളിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മളെ ഈ കൽപ്പട്ടി ഐലൻഡ്. ഈ ഐലൻഡിൽ ഒരു ഗുഹ പോലത്തെ ഒരു പാറുണ്ട്, അവിടെയാണ് അത്രേ അവർ ഒളിച്ചിരുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. ബി കുഞ്ഞിപ്പാറ, ഇതാണ് ആ പാറയുടെ പേര്. അപ്പോൾ ഇതുപോലെ ചരിത്രം ഉറങ്ങുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, ഇതുപോലെ ചരിത്ര കഥകൾ കേട്ട് യാത്ര ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ഫീലിംഗ് അല്ലേ നമുക്കെല്ലാവർക്കും. നമ്മളെല്ലാവരും മനസ്സിൽ നമ്മളായിട്ട് തന്നെ ഇമാജിൻ ചെയ്ത് ആ ഒരു ആൾക്ക് നമ്മൾ രൂപവും ഭാവവും കൊടുക്കും. അപ്പോൾ അത് ഏകദേശം നമ്മൾ ഐലൻഡിനോട് അടുത്തു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ നോർത്ത് ഇന്ത്യൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളും. ഈ യാത്രയിൽ മലയാളികൾ വളരെ കുറവായിരുന്നു. ചിലപ്പോൾ നോമ്പ് സീസൺ ആയതുകൊണ്ട് തന്നെ ആക്ടിവിറ്റീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാവും ചില ആൾക്കാരൊന്നും ഇങ്ങനെ പോരാത്തത്. പക്ഷേ എല്ലാ ആക്ടിവിറ്റീസുകളും ഉണ്ട്. നോമ്പ് സീസൺ ആയതുകൊണ്ട് എല്ലാ ആക്ടിവിറ്റീസുകൾക്കും ഒന്നും കുറവൊന്നുമില്ല, എല്ലാ ആക്ടിവിറ്റീസുകളും ഉണ്ട്. പിന്നെ സ്കൂബ പോലുള്ള വെള്ളത്തിലിറങ്ങേണ്ട ആക്ടിവിറ്റീസും കാര്യങ്ങൾക്കൊക്കെ അവർ പുറത്തുനിന്ന് കൊച്ചിയിൽ നിന്ന് ആൾക്കാരെ വെച്ചിട്ടാണ് വരുത്തിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ കൽപ്പട്ടി ഐലൻഡിലെത്തി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളെ എയർപോർട്ടിൻ്റെ ഒരു ഭാഗം കാണുന്നുണ്ട് കേട്ടോ, കണ്ടോ? ഇതാണ് നമ്മളെ എയർപോർട്ട് നിൽക്കുന്ന ഭാഗം. അപ്പോൾ ഇനി നമുക്ക് ഈ ഐലൻഡിലെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ബീച്ച് ഏരിയയിലേക്കാണ്. ഈ ബീച്ചിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ലക്ഷദ്വീപിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ബീച്ച് തന്നെയാണ്. ഇതിൽ നിന്നെല്ലാം എനിക്കൊരു കാര്യം മനസ്സിലായി, എന്തുകൊണ്ടാണ് നമ്മൾ ലക്ഷദ്വീപിനെ ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാരണമെന്ന്. ഈ ബീച്ചിൻ്റെ ഈ സൗന്ദര്യം, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ നാച്ചുറലായിട്ടുള്ള ഈ അറ്റ്മോസ്ഫിയർ, ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആവാം ലക്ഷദ്വീപിനെ ഏതൊരു യാത്രികനും ഇത്രയധികം ഇഷ്ടപ്പെടാനും അവിടെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും ചിന്തിപ്പിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഫൈനലി ബി കുഞ്ഞിപ്പാറയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ചരിത്രം ഉറങ്ങുന്ന ബി കുഞ്ഞിപ്പാറ. ഈ പാറയിലുള്ള ഒരു ഗുഹയിലാണ് നമ്മളെ ലക്ഷദ്വീപിൻ്റെ റാണി ബ്രിട്ടീഷുകാരെ ഭയന്ന് ഒളിച്ചിരുന്നത്. ഇപ്പോൾ തിരമാലയൊക്കെ വന്നിട്ട് ഈ ഗുഹയ്ക്ക് ഏകദേശം ഈ രൂപത്തിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കടലിലേക്ക് നല്ല കാഴ്ചയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഒരു 5-6 ആൾക്കാർക്കൊക്കെ സുഖമായിട്ടിരിക്കാൻ പറ്റിയ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടത് കടലിക്കുള്ള. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഏകദേശം സന്ധ്യയോടടുത്തപ്പോൾ കൽപ്പട്ടി ഐലൻഡിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു. എനിക്ക് കാഴ്ചയുടെ ഒരുപാട് വിരുന്നൊരുക്കി തന്ന കൽപ്പട്ടി ഐലൻഡിനോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നേരെ ഞങ്ങൾ റൂമിലേക്ക്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ.